നമസ്കാരം. മഴ ദുരിതം എല്ലാവർക്കും നേരിടേണ്ടി വന്നെങ്കിലും കാസർഗോഡ് സ്വദേശികളായ ശ്രീകേഷിനും ഭാര്യ ശ്രേയയ്ക്കും അത് അല്പം കഠിനമായിരുന്നു. ഉദ്ദേശിച്ച രീതിയിൽ യാത്ര പോകാൻ സാധിക്കാതെ വന്നതോടെ ഇരുവർക്കും നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ട് ചെറുതായിരുന്നില്ല. വിസയുടെ കാലാവധി കൂടി തീർന്നതാണ് ഇവരെ ആകെ കുഴപ്പത്തിലാക്കിയത്. ബുധനാഴ്ച ഷാർജ കിങ് ഫൈസൽ സ്ട്രീറ്റിലെ താമസ സ്ഥലത്ത് നിന്ന് ഏറെ ബുദ്ധിമുട്ടി വിമാനത്താവളത്തിലെത്തിയെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ ബോർഡിംഗ് പാസ് നൽകി അവസാന നിമിഷം സർവീസ് റദ്ദാക്കിയായിരുന്നു. അപ്പോഴേക്കും ഇരുവരുടെയും UAE സന്ദർശക വിസകളുടെ കാലാവധിയും കഴിഞ്ഞിരുന്നു. ചെന്നൈയിലെ തിരുച്ചിറപ്പള്ളിയിലേക്കായിരുന്നു ഇവർക്ക് പോകേണ്ടിയിരുന്നത്. എന്നാൽ തിരിച്ച് താമസ സ്ഥലത്തേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയുമായിരുന്നു. അങ്ങനെ ദമ്പതിമാർ വ്യാഴാഴ്ച ഉച്ചവരെ വെള്ളം മാത്രം കുടിച്ച് വിമാനത്താവളത്തിൽ കഴിച്ചുകൂട്ടി. ഒടുവിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1-നാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൽ തിരുച്ചിറപ്പള്ളിയിലേക്ക് യാത്ര തിരിച്ചത്. എന്നാൽ ഇത്രയധികം ബുദ്ധിമുട്ടി ചെന്നൈയിലെത്തിയെങ്കിലും ഉദ്ദേശിച്ച കാര്യം നടന്നതുമില്ല. UAEയിൽ കനത്ത മഴ പെയ്ത കാരണം ബുധനാഴ്ച ഷാർജയിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് വാഹനവും കിട്ടിയില്ല. ഒടുവിൽ വെള്ളക്കെട്ടിൽ ബാഗേജുകളുമായി നടക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് പാകിസ്ഥാൻ സ്വദേശി തൻ്റെ പിക്കപ്പ് വാനിൽ കയറ്റിയെങ്കിലും വെള്ളക്കെട്ട് കാരണം അല്പദൂരം കഴിഞ്ഞ് ഇരുവരെയും ഇറക്കിവിട്ടു. അമേരിക്കയിൽ നിന്ന് ശ്രീകേഷിൻ്റെ അമ്മയുടെ കൂടെ വിഷു ആഘോഷിക്കാനായി ഈ മാസം 13-ന് എത്തിയതായിരുന്നു ഇരുവരും. ഷാർജ ഇന്ത്യൻ സ്കൂൾ അധ്യാപികയായ പ്രസീത മാധവൻ്റെയും അന്തരിച്ച സാമൂഹ്യ പ്രവർത്തകനായ മാധവൻ പാടിയുടെ മകളാണ് ശ്രേയ. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1-ന് അമേരിക്കൻ വിസ പുതുക്കേണ്ട ആവശ്യമായി ദമ്പതിമാർക്ക് ചെന്നൈയിൽ എത്തേണ്ടതായിരുന്നു. അതിനായി ബുധനാഴ്ച രാത്രി 11-ന് ദുബായിൽ നിന്ന് ചെന്നൈയിലേക്ക് വിമാന ടിക്കറ്റും എടുത്തിരുന്നു. ആ വിമാനം റദ്ദാക്കിയതോടെ എയർ അറേബ്യയിൽ കോയമ്പത്തൂർ വഴി ചെന്നൈയിൽ പോകാനായി മറ്റൊരു ടിക്കറ്റ് എടുത്തെങ്കിലും ആ യാത്രയും റദ്ദായി. അങ്ങനെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൽ തിരുച്ചിറപ്പള്ളിയിലേക്ക് പോകാനായി ബുധനാഴ്ച വിമാനത്താവളത്തിൽ നടന്നെത്തിയത്. ബുധൻ രാത്രി 11-ന് പോകേണ്ട വിമാനമാണ് ഒടുവിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1-ന് തിരുച്ചിറപ്പള്ളിയിലേക്ക് പറന്നത്. വലിയ സാമ്പത്തിക നഷ്ടവും ദമ്പതിമാർക്ക് ഈ യാത്രയിൽ സംഭവിച്ചു.